ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോള നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതുപോലൊരു 3 ക്യാരറ്റാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചൊരു 3 വിസിലിന് ശേഷം എടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത ക്യാരറ്റ് നമുക്ക് ചൂട് പോയ ശേഷം നമ്മൾ ഇതുപോലൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചൂട് പോയ ശേഷമാണ് നമ്മളിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 9 മുട്ട ഞാൻ ഇതുപോലൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പാൽപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലൊരു 4 സ്പൂണ് പാൽപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലൊരു 3 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെ ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് നന്നായിട്ട് നമുക്കിന്ന് ഉരുക്കി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ കാഷ്യൂ നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാനിതുപോലെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറുന്ന ആ ഒരു ടൈമിൽ നമ്മളിതൊന്ന് അധികം കരിഞ്ഞു പോകാൻ നിൽക്കരുത്. ഈ ഒരു ടൈം കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു പാനിലോട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലൊരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ ഇതൊന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ഈ ഒരു കാഷ്യൂ നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ഞാൻ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും ഇതിലോട്ടൊന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലൊരു കുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടൊക്കെ നമുക്ക് കുത്തി നോക്കിയാൽ ഇത് കറക്റ്റ് നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൽ പറ്റി പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് പോള കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.